ഇപ്പം ജീവിതം രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ് എന്ന് പറയാൻ പറ്റും അല്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. എവിടെയോ തുടങ്ങി എങ്ങോട്ടൊക്കെയോ പോകുന്നു, ഏറ്റവും ഒടുവിൽ എന്തായാലും ഇവിടുന്ന് പോകും എന്നുറപ്പാണ്. പോകുമ്പോൾ എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടാണോ പോകുന്നത്, അതോ ഇതിന് ശേഷം മറ്റെന്തെങ്കിലും ഉണ്ടോ? അപ്പം മരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വാതിൽ മാത്രമാണ് എന്ന് ആധുനിക ശാസ്ത്രം പോലും ഇന്ന് വിലയിരുത്തുന്നു. അപ്പം നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ട്രഷർ ഹണ്ട് പോലെയാണ്. വളരെ രസകരമായ ഒരു പസിലായിട്ട് നമുക്ക് ഈ ജീവിതത്തിനെ കാണാൻ പറ്റും. അങ്ങനെ ഇതൊരു പസിൽ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ എന്താ പറയുക, ഡീകോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ രഹസ്യങ്ങളെ തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കോഡുകൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റാകെയും പ്രകൃതി എപ്പോഴും ഒരുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയുടെ ഭാഷ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് അത്രയേറെ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗുരുദേവ് പറയാറുണ്ട്, ഇഫ് യു വർക്ക് ഫോർ ദ ഡിവൈൻ വിൽ വർക്ക് ഫോർ യു എന്നാണ്. അതുപോലെ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഏറ്റവും ഇതായിട്ട് ലയിച്ചു ചേരുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി നിങ്ങൾക്ക് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സജഷൻസും ഉപദേശങ്ങളും തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ രഹസ്യങ്ങൾ എന്താ പറയുക, നമുക്ക് അഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കോഡുകൾ നിറഞ്ഞ ഒരു വലിയ സങ്കേതമാണ്. ഇപ്പോൾ സാമുദ്രിക ശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ ശരീരഭാഗത്തിനെയും വെച്ചുകൊണ്ട് ആ ആളിന് വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ 3.5 ലക്ഷത്തിലേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോഴും ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട് എന്നാണ്. അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഒരാളിനെ കാണുമ്പോൾ ആ ആൾ എപ്പോഴാണ് മരിച്ചു പോവുക, എങ്ങനെയാണ് അയാൾ മരിച്ചു പോവുക, എത്ര ദിവസം ഈ ഭൂമിയിലുണ്ട്, ഇതെല്ലാം തന്നെ അത്രയേറെ ജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാളിന് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള വേറെയും കോഡുകൾ ആവശ്യം പോലെ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് നമുക്കറിയാം. ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രം കിട്ടുന്നതാണ്. അത് പ്രപഞ്ചത്തിൽ ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും അത് ഉണ്ടാവുകയുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫിംഗർ പ്രിന്റിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പം നടക്കുന്നു. അപ്പം നമ്മൾ വളരെ നാളുകൾ കൊണ്ട് കേൾക്കുന്ന ഒരു കോഡാണ് ശരീരത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ രേഖകൾ എന്ന് പറയുന്നത്, ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നത്, പാമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്ത് ധാരാളം പഠനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ്. അത് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് കേവലമായ ഒരു അന്ധവിശ്വാസം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി തുടക്കത്തിലേ പറഞ്ഞതാണ്. അപ്പോൾ ഈ കൈരേഖകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നു എന്നാണ്. എനിക്ക് വളരെയേറെ അത്ഭുതം തോന്നിയൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലുള്ള ഒരു ആളിനെ കാണാൻ പോയി. ഒരു PhD ഉള്ള ഒരാളാണ്, അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാംസ്ട്രീം ഇതും ജ്യോതിഷം കൈകാര്യം. അപ്പം ഞാൻ കൈ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് മേഡം വരികയാണ്. അപ്പോൾ മേഡം കഴിഞ്ഞതിന് ശേഷം, വിഷു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. കാരണം ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം പറഞ്ഞ, അപ്പോഴേ ഈ കയ്യിലെ രേഖകൾ ചിലത് കൂടുതലായിട്ട് തെളിഞ്ഞു വരികയും ചിലത് പുതുതായിട്ട് വരികയും ഒക്കെ ചെയ്യും. മാറ്റം അതാണ് എന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയൊരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ അറിവില്ലാത്ത ഒരു മേഖലയാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ സായിറാം സഞ്ജയ് ആണ്. അപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖലകൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പാംസ്ട്രിയും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളുമാണ്, ഒക്കൾട്ട് സയൻസുകളുമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ജയ് സാറാം. ശരി. നമഃ ശിവായ. സായി ഭക്തനാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ശരി ശരി ശരി. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മള് കണ്ടുമുട്ടിപ്പിച്ചതും. കാരണം ഞാനും ഞാനൊരു ഭക്തനാണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടല്ലോ. തീർച്ചയായും വളരെ നല്ലൊരു ഇൻട്രോ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രതിപാദിച്ചു പോയി എന്നുള്ളതാണ്. അല്ല, അത് വളരെ വളരെ നല്ലൊരു ഇൻട്രോ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സനാതന ധർമ്മത്തിൽ നമ്മൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂല്യ സ്ഥിതേകപുരി, പ്രഭാതേ കരദർശനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങേണ്ടതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊരു ജ്യോതിഷത്തിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഹസ്തരേഖ പറയേണ്ടത്. ഈ ജ്യോതിഷത്തിന്റെ നിമിത്തം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചില് അംഗം എന്ന് പറയുന്ന മറ്റൊരു ബ്രാഞ്ച് ഉണ്ട്. ആ അംഗത്തിന്റെ ഒരു സബ് ബ്രാഞ്ചാണ് അംഗലക്ഷണം, സാമുദ്രിക ശാസ്ത്രം. ഇപ്പോ അദ്ദേഹം അങ്ങ് പ്രതിപാദിച്ചതുപോലെ തന്നെ
സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമുദ്ര മഹർഷിയാൽ രചിതമായതെന്ന് പറയുന്നു. ബൃഹസംഹിതയിൽ അദ്ദേഹം പറയുന്നു, വരാഹമിഹിരൻ രചിച്ചിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരുക ഭഗവാൻ എഴുതിയാണെന്ന് പറയുന്നു. അപ്പൊ സമുദ്ര ഭഗവാൻ അല്ലെങ്കിൽ വരുണ ഭഗവാൻ രചിച്ചത് കൊണ്ടാണ് ഇതിന് സാമുദ്രിക ശാസ്ത്രം എന്ന് പോലും പേര് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകൾ അവിടെ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോടാങ്കി ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഈ പാണ്ഡവരുടെ വനവാസ കാലത്ത് കൃഷ്ണൻ കോടാങ്കി വേഷത്തിൽ പോയിട്ട് പാണ്ഡവർക്ക് പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തതാണ് അത്രേ കോടാങ്കി ശാസ്ത്രം. അവിടെ അത്രയെ കുറിച്ചും സാമുദ്രികത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. അപ്പൊ അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കൈ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഡാഷ്ബോർഡാണ് നമ്മുടെ കൈകൾ എന്ന് നമുക്ക് തീർത്തും പറയാം. അപ്പൊ നമ്മളൊരു മനസ്സിന്റെ പ്രതിഫലനമാണ് നമ്മൾ കൈകൾ. ഇപ്പം മെഡിക്കൽ സയൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെർവ്സ് വരുന്നത് നമ്മുടെ കയ്യിലോട്ടാണ്. അപ്പൊ നമുക്ക് കയ്യിലോട്ട് ഇത് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ പറയുന്ന പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസിലാണ്. അപ്പം ആ പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പോലും നമുക്ക് ഉണ്ടാകുന്ന ഇന്റേണൽ ആയിട്ടുള്ള ചില ഹോർമോൺ സെക്രിയേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ കയ്യിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. നമുക്ക് ഏതൊരു രോഗം പോലും നമ്മൾ കയ്യിൽ കാണിക്കാതെ വരത്തില്ല എന്നാണ്. പിന്നെ എല്ലാവർക്കും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വ്യക്തികളും യുണീക്കാണ് ഈ ലോകത്ത്. അപ്പം ഒരുപക്ഷെ നമുക്ക് സിമിലർ ആയിട്ട് കാണാൻ ഒരു ഫിസിക്കാലിറ്റിയിൽ കാണാൻ ഒരുപോലുള്ള ആൾക്കാർ ഉണ്ടാവാം, പക്ഷെ ഒരാൾക്കും സിമിലർ ആയിട്ടുള്ള കൈകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആധാറിലും മറ്റുള്ള എല്ലാ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസിനും വേണ്ടിയിട്ട് നമ്മുടെ തമ്പ് ഇംപ്രഷൻ നമ്മൾ ഇത്രയും മനോഹരമായിട്ട് ബയോമെട്രി അത് തന്നെയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഹസ്തരേഖാ ശാസ്ത്രത്തെ കുറിച്ചിട്ട് ഒരു ആധികാരികത പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും ഉദ്ദേശിക്കുന്ന കൈയുടെ ലൈൻ മാത്രമാണ്, ഒരിക്കലും അല്ല. കൈയുടെ ലൈൻ മാത്രമല്ല, നമ്മൾ ഒരു വ്യക്തി നമ്മുടെ കാണാൻ വരുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ് എങ്ങനെയാണ്, കൈ പിടിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്, കൈയുടെ നഖങ്ങൾ ഭയങ്കര ഇൻഡിക്കേഷനാണ് നഖങ്ങളുടെ ഷേപ്പ് അല്ലെങ്കിൽ നഖങ്ങളുടെ കളേഴ്സ്. കാരണം ഏറ്റവും കൂടുതൽ മൈന്യൂട്ട്സ് നെർവ്സ് നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഫിംഗർ ടിപ്സിലോട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം അവിടെ നഖങ്ങൾ കൊടുത്തത്, അത്രയും മൈന്യൂട്ട്സ് ഉള്ള നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെർവ്സ്. അതുകൊണ്ടാണ് നമുക്ക് നഖങ്ങൾ നോക്കിയിട്ട് പല രോഗങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പോരാത്തതിന് നമ്മുടെ കൈകളിൽ ഓരോ പ്ലേസിലും ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്ലാനറ്റ്സിന്റെയും പൊസിഷൻസ് ആണ്. ഓരോ മൗണ്ട്സിന്റെ സ്ഥാനങ്ങളുണ്ട്. നമ്മുടെ കൈയുടെ ഓരോ വിരലുകളുടെയും താഴെ ഓരോരോ മൗണ്ട്സിന്റെ സ്ഥാനമുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോ ആ കൈയുടെ ഷേപ്പ്, 7 ജാതി കൈകളുണ്ട്. ആ കൈയുടെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഒരാളെ വിലയിരുത്താം. അപ്പൊ നമുക്കൊരു വ്യക്തിയുടെ ക്യാരക്ടർ, ഒരാളുടെ പേഴ്സണാലിറ്റി, നമ്മളിപ്പോ എല്ലാം പുറത്ത് നമ്മളെല്ലാവരും കാണിക്കുന്ന പേഴ്സണാലിറ്റി ആണെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ 100% സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആരും നമ്മൾ ചെയ്യുന്നത് കാണില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് നമുക്കൊരാളുടെ കൈ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് കൈയുടെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൈകളിൽ നമുക്ക് ഓരോ പ്ലാനറ്റ്സിനും ഓരോ പ്ലേസ്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ വന്നതിന് കാരണമായ 2 പേരുണ്ട്, നമ്മുടെ പിതാവും മാതാവും. പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ലൈഫിൽ നമുക്കൊരു പാർട്ണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ പ്രൈമറി റിലേഷൻസ് എന്ന് പറയാം. ഈ പ്രൈമറി റിലേഷൻസ് എന്ന് പറയുന്നത് ഫാദർ, മദർ ആൻഡ് പാർട്ണർ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇന്ത്യൻ കൾച്ചറിനകത്ത് ഇത് ഈ 3 ബന്ധങ്ങളെ 3 ഇമ്പോർട്ടന്റ് ലൈനായിട്ടാണ് തിരിച്ചിരുന്നത്. അതിന് ആദ്യത്തെ രേഖയ്ക്ക് പിതൃരേഖയെന്നും, രണ്ടാമത്തെ രേഖയ്ക്ക് മാതൃരേഖയെന്നും, മൂന്നാമത്തെ രേഖയ്ക്ക് ബന്ധരേഖയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് നമ്മുടെ കൗണ്ട് ലൂയി ഹാമൺ എന്ന് പറയുന്ന കൈറോ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ, അതായത് അന്ന് ഗുഹാക്ഷേത്രങ്ങൾ, ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് മനുഷ്യ ചർമ്മത്തിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ അങ്ങേര് കണ്ട് പഠിച്ചിട്ട് പിന്നെ അതിനെ ഒരു പാശ്ചാത്യ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ അദ്ദേഹം ബുക്കുകൾ എഴുതുമ്പോഴാണ് ഇത് ആൾക്കാരുടെ ഇടയിൽ ഇത്രയും പോപ്പുലാരിറ്റി വരുന്നത്. എന്ന് വെച്ച് നമ്മളുടേതാണ് ഇത് ഇന്ത്യൻ കൾച്ചർ അല്ലെ ഭാരതീയ കൾച്ചറിൽ നമ്മുടെ ഹിന്ദുസ്ഥാനിൽ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഇത് നമ്മളത് ഉൾക്കൊള്ളുകയോ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ രീതിയിൽ അതിനെ മാറ്റിയെടുത്തപ്പോഴാണ് ഈ ആദ്യം ഞാൻ പറഞ്ഞ പിതൃരേഖയ്ക്ക് ലൈഫ് ലൈൻ എന്ന പേരായി, നമ്മുടെ പറഞ്ഞ മാതൃരേഖയ്ക്ക് ഹെഡ്ലൈൻ എന്ന പേരായി, പിന്നെ നമ്മുടെ ബന്ധരേഖയ്ക്ക് ഹൃദയരേഖ എന്നും പേരായി. അപ്പൊ ബന്ധരേഖയ്ക്ക് നമുക്ക് ഹാർട്ട് ലൈൻ എന്നും പേരായി. പിന്നെ നമ്മുടെ ആ വെസ്റ്റേൺ ഇംഗ്ലീഷ് വേർഡുകളെ നമ്മൾ മലയാളീകരിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആയുർരേഖ, ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ അല്ലെങ്കിൽ നമ്മൾ ഈ ഹൃദയരേഖ എന്ന രീതിയിൽ നമ്മൾ കണ്ടു. അപ്പൊ ഈ 3ഉം നമ്മുടെ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആയുസ്സാണ്. അത് സോൾ, നമ്മുടെ ആത്മാവ് അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഹസ്തരേഖ പറയുന്നത് ഒരാളെ വ്യക്തിയെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ ആയുർരേഖ എന്ന് പറയുന്ന ഈ കാണുന്ന ആയുർരേഖ നോക്കിയിട്ട് വേണം ഫലം പറയാൻ. ആയുസ് ഉണ്ടെങ്കിൽ ഫലം പറഞ്ഞാൽ മതി എന്നാണ് ഹസ്തരേഖ ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പിതാവിനെയായിട്ടും നമ്മുടെ ആയുസിന്റെ ബലം എത്രത്തോളം ആ വ്യക്തി എത്ര ലോങ് ലൈഫ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു വ്യക്തിയുടെ
ആത്മബലത്തെ കുറിക്കുന്നതും ഈ ആയുർരേഖ നോക്കി. അപ്പൊ ആത്മബലം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കത് വെളിയിൽ എക്സ്റ്റേണലി കാണാൻ പറ്റിയ ഒരു കാര്യമല്ല. അദ്ദേഹം ഒരു പ്രശ്നത്തിന് എത്ര ഉള്ളിൽ അദ്ദേഹത്തിന്റെ സോൾ എത്രത്തോളം അതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു സോളാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആയുർരേഖ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് പ്രൈമറി ലൈനായിട്ട് നമ്മൾ ഒരു വ്യക്തി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് ആയുർരേഖയാണ്. അപ്പൊ ഈ ആയുർരേഖയെ കുറിച്ച് പറയുമ്പോൾ ആയുർരേഖയ്ക്ക് സമാന്തരമായിട്ട് നമുക്കൊരു ലൈനുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അതിനെ നമുക്ക് തുണരേഖ അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ എന്ന് പറയും. അപ്പം ആയുർരേഖയ്ക്ക് സമാന്തരമായി നമ്മുടെ ശുക്രമണ്ഡലത്തിൽ കാണുന്ന ഒരു ലൈൻ, അതല്ലെങ്കിൽ ചില ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ 2 ആയുർരേഖ എന്നൊക്കെ പറയാം. അവർക്ക് അസാധ്യമായ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടാവും. നമുക്കൊരു ഗുരുവിന്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു 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 കുടുംബ പരദേവത പ്രീതി എന്ന് നമുക്ക് പറയാം. അപ്പൊ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷുകാരുടെ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്ന് പറയും. അവർക്ക് എപ്പോഴും ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. അവർ നിർണായകമായ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യങ്ങൾ അവരറിയാതെ അവർക്കൊരു ദിവ്യ ശക്തി അല്ലെങ്കിൽ ഒരു ദിവ്യ ചൈതന്യം അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകും. അവർ ആപത്തുകളിൽ പെടത്തില്ല. അല്ലെങ്കിൽ ആപത്ത് വരുന്ന ഒരു സിറ്റുവേഷനെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടാതെ, ഇപ്പൊ നമ്മളിപ്പം പെരുമൺ ദുരന്തമൊക്കെ കണ്ടുന്നു. ഡെയിലി ആ ട്രെയിനിൽ വരുന്ന ഒരു വ്യക്തി അന്നത്തെ ഒരു ദിവസം മാത്രം വണ്ടി ഡിലേ ആയിട്ട് അവർക്ക് അതിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഒരു ദിവസമാണ് ട്രെയിനിൽ വരാത്ത, ഒരു കാലത്തും ട്രെയിനിൽ കാരണം ആദ്യമായ ട്രെയിനിൽ കയറിയവരുമുണ്ട്. ഇപ്പൊ ഇത് കൈറോ എന്ന് പറയുന്ന വ്യക്തി ഇതിന് സമാന്തരമായ യൂണിവേഴ്സൽ സെലക്ഷൻ അവിടെ നടക്കുന്നു. എക്സാക്ട്ലി ഈ മാസമായിട്ടുള്ള ഈ നടക്കുന്നിടത്ത് അതിന് യോജിച്ചവരൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരികയാണ്. ഈ അടുത്ത കാലത്ത് നടന്നൊരു എയർക്രാഫ്റ്റ് ക്രാഷ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് ഒരു ഹിന്ദിയിൽ ഏതോ ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു വനം നശിപ്പിച്ച ആൾക്കാരാണ്. ആ വനം തീയിട്ട് നശിപ്പിച്ച ആൾക്കാരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിക്ക് ചെയ്ത്, അപ്പൊ അതിൽ ഒരാൾ മാത്രം ഇത് ഒട്ടും മനസ്സില്ലാതെ ആ ഓർഡർ അനുസരിക്കേണ്ടതുകൊണ്ട് മാത്രം പുള്ളിക്ക് അതിൽ പങ്കെടുക്കേണ്ടി വന്നു. പക്ഷെ അയാൾ മാത്രം അതിന് രക്ഷപ്പെട്ടു. അത് വളരെ മിറാക്കുലസ് എസ്കേപ്പ് ആണ്. അതിലാണ് നമ്മുടെ വിജയ് രൂപാണി അദ്ദേഹവും. അപ്പൊ ഇതുപോലെ നമ്മുടെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം, ഒന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല. എല്ലാത്തിനും അതിന്റേതായ ഒരു എക്സാക്ട് ആയിട്ട് റീസൺ ഉണ്ട്. ഇത് ആൾറെഡി റിട്ടൺ ആണ്, ഒരു സ്ക്രിപ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് നീ പറഞ്ഞ വരെ എന്റെ കയ്യിലുണ്ടോന്ന് നോക്കാമോ? താങ്കളുടെ കയ്യിൽ ഒന്നിലധികം തുണരേഖകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ട് ലൈനുകൾ, അതായത് പല പല രീതിയിലുള്ള സപ്പോർട്ട് ലൈൻ. ഇത് ജൂപ്പിറ്റർ മൗണ്ടിൽ നമുക്ക് സ്ക്രീനെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഈ പറയുന്ന ലൈഫ് ലൈന് സമാന്തരമായി ഈ കാണുന്ന സപ്പോർട്ട് ലൈൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ലൈൻ, അതിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒത്തിരി സപ്പോർട്ട് ലൈൻസ് ഉണ്ട്. അപ്പൊ അത് ശരിക്കും പല രീതിയിലുള്ള ഉപാസനകളുണ്ട്. ഇപ്പൊ ദേവി ഇപ്പൊ മൂകാംബിക ഭക്തനാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മൂകാംബിക അമ്മേനെ ഭജിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്മയുടെ ഒരു ചൈതന്യത്തിന്റെ ഒരു ലൈൻ വരാം. ഇപ്പൊ നമ്മുടെ ശ്രുതി ബാബയെ ഉപാസിക്കുന്നു, അപ്പൊ ബാബയുടെ ഒരു ചൈതന്യത്തിന്റെ വരാം. അപ്പൊ പല പല ശക്തികളുടെ ചെയ്യുന്നവർക്ക് ഒന്നിലധികം ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ലൈൻ വരുന്നു. അത് വലിയ വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർക്ക് ഈശ്വരീയമായ സാന്നിധ്യം കൊടുക്കും. അപ്പൊ പല ആൾക്കാരും ഇതിനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിലോ അല്ലെങ്കിൽ ഒരു കാശിന്റെ ലെവലിലോ അല്ല കാണേണ്ടത്. ഇത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഹാപ്പിനെസ് ഈസ് പ്യൂർലി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് നമുക്ക് ഉള്ളിലാണ്. അല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ആ നിമിത്തം എന്ന് പറയുന്ന കാര്യം പോലും ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇത് ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൗണ്ട് ലൂയി ഹാമൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു ചെറിയ സ്റ്റോറിയാണ്, റിയലിസ്റ്റിക് ഇൻസിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹസ്തരേഖ ശാസ്ത്രക്കാർ അല്ലെങ്കിൽ ഈ പാമിസ്റ്റുകൾ നമ്മളിങ്ങനെ പബ്ലിക് ഗാദറിങ് അല്ലെങ്കിൽ നമ്മൾ പ്ലേസിലൊക്കെ പോകുമ്പോൾ നമുക്കിത് അറിയാമെങ്കിൽ ചില ആൾക്കാർ കൊണ്ടുവന്ന് നമ്മുടെ കൈ തന്നെ നീട്ടും. അതായത് ഇതിന് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു വ്യക്തി അങ്ങേരടുത്ത് യാദൃശ്യമായി കൈ കൊണ്ട് കാണിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കൂടെ ഇതിന്റെ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ട്. ഈ കൗണ്ട് ലൂയി ഹാമന്റെ കൂടെ കൈറോയുടെ കൂടെ അതിന്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ട്. അവർ രണ്ടും ഒന്നിച്ചാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പൊ ഈ കൈ ഇദ്ദേഹം പിടിച്ച് അവരുടെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഫേസിൽ ഒരു വല്ലാത്ത ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഭാവമാറ്റം ഈ ലേഡി ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇത് അദ്ദേഹം മാറ്റൊന്നും പറയുന്നില്ല. അയാൾ വോളണ്ടറി ആയിട്ട് അടുത്തിരുന്ന വ്യക്തിയുടെ കൈ പിടിച്ച് നോക്കുന്നു. അപ്പോഴും ഇതേ ഭാവമാറ്റം വരുന്നു. അദ്ദേഹം ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു കമ്പാർട്ട്മെന്റിൽ പോകുന്നു. അവിടെയും ഈ സമാന്തരമായ കാര്യങ്ങൾ നോക്കുമ്പോഴും അപ്പോഴും അദ്ദേഹത്തിന് ഒരു സമാനമായ അപ്പൊ ഇദ്ദേഹം കണ്ടത് ഇവരുടെ എല്ലാ കയ്യിലും കോമൺ ആയിട്ട് അവരുടെ ലൈഫ് ലൈൻ അല്ലെങ്കിൽ ആയുർരേഖ ബ്രേക്ക്ഡ് ആയിരുന്നു. അപ്പൊ എന്തോ അവിടെ ഒരു സംഭവിക്കാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. ആ ഒരു ട്രെയിന് ആക്സിഡന്റിൽ പെടുന്നു. ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ റീസെന്റ് ആയിട്ടൊരു മൂവിയിൽ പോലും ആ ഒരു ഇൻസിഡന്റ് പോലും രാധാശ്യാമ അങ്ങനെ കണ്ട ഒരു മൂവി പ്രഭാസ് ചെയ്ത മൂവീസിൽ അതിന്റെ ഈക്വൽ ആയിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു നിമിത്തമാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. ഈ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആ സാഹചര്യത്തിലോട്ട് യൂണിവേഴ്സ് മരിക്കപ്പെടേണ്ടവരെ ഒരേ സമയത്ത് കൊണ്ടുവന്നിട്ട് ഒരേ സിറ്റുവേഷനിൽ എത്തിക്കപ്പെടുകയാണ്. ഇത് നമുക്ക് തന്നെ തിരിച്ച രീതിയിൽ അതങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ദിസ് ഈസ് എ ഫാക്ട്. ഇത് എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആയുർവേദ
കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് പിതാവിനെ കൊണ്ടും സൂര്യനെ കൊണ്ടും ഒക്കെ നമുക്ക് ഇത് പറയാം. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോകും. ഞാൻ ഈ പ്രൈമറി ലൈൻസ് ഒന്ന് ബേസിക് ആയിട്ട് പറയാൻ ശ്രമിക്കാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇതിന്റെ നമ്മൾ ആദ്യം പറഞ്ഞു കോടങ്കി ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു, കൃഷ്ണനാണ് ഇതിന്റെ ഇതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഹസ്തരേഖ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഹസ്തരേഖയുടെ നമ്മുടെ പുരാണിക്കലി അതിന്റെ ഓക്കെ അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് പുരാണങ്ങളില് മഹാലക്ഷ്മി മാതയും മഹാവിഷ്ണുവിനെയും നോക്കിയിട്ടാണ് ഈ ഒരു ശാസ്ത്രം ആദ്യമായി രചിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അവര് അത് ഇത് സാമുദ്രിക ശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവൽ എടുത്തു കഴിഞ്ഞാൽ സാമുദ്രിക എന്ന് പറഞ്ഞ ഉച്ചം ഒരു ഭാഗമായിട്ടാണോ? എക്സാക്ട്ലി അതിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചം തലോട്ട് ഉള്ളം കാല് വരെയുള്ള ശാരീരിക പാർട്ടുകൾ, അന്ന് ഈ പുരുഷനെ 4 കാറ്റഗറി ആയിട്ടും സ്ത്രീയെ 4 കാറ്റഗറി ആയിട്ടൊക്കെ തിരിഞ്ഞു. ലളിത, പത്മിനി, ഹസ്തിനി, ശങ്കിനി എന്ന് പറഞ്ഞ സ്ത്രീകളെ 8 ഇതിനകത്ത് 8 വരുന്നുണ്ട്. അതിന്റെ സബ് കാറ്റഗറി വീണ്ടും വരും. അപ്പൊ ആ ഒരു കാറ്റഗറൈസേഷനിൽ ഈ അംഗങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് അവന്റെ മൂക്ക് എങ്ങനെയുണ്ട്, കണ്ണെങ്ങനെയുണ്ട്, അങ്ങനെ ഓരോ ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ അടുത്ത ഒരു സ്റ്റേജ് വന്നു പറഞ്ഞാൽ മുഖലക്ഷണ ശാസ്ത്രമായ അതിനെ പുരുഷനെയും മാൻജാതി മായൽജാതി മേൽജാതി 8. അപ്പം അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ആ ഒരു കാറ്റഗറി രണ്ടാമത് അതിനെ മുഖലക്ഷണ ശാസ്ത്രമായിട്ട് ലോപിച്ചു. പിന്നെ ഈ പർദ്ദ ഇടുക, ഇസ്ലാംസ് വരിക എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നു കഴിയുമ്പം അതിന്റെയും ഒരു ലിമിറ്റഡ് വേർഷൻ ആയിട്ടാണ് ഹസ്തരേഖ. കൈ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആണ്, നമുക്ക് ആൾക്കാർക്ക് പബ്ലിക്കായിട്ടും കാണിക്കാൻ പറ്റുന്നു. അതിനകത്ത് വേറെ ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് മതപരമായ കുറെ കാര്യങ്ങൾ, ഇത് സ്പിരിച്വൽ ആണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇതിന് മതപരമായ കുറെ ബൗണ്ടറീസ് ഉണ്ടായിരുന്നു. കാരണം ഇത് ആദ്യകാലത്ത് കാത്തലിക്സ് ഈ കൈ രേഖ നോക്കുന്ന ആൾക്കാരെ ബ്ലാക്ക് മാജിക്സ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അവരുണ്ട്. ഔട്ട് ഓഫ് ദ ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് എന്നുള്ള രീതി. പക്ഷേ സിനിമകൾ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ആണ്. പക്ഷെ ഇതിനെ സാധൂകരിക്കുന്ന വചനങ്ങൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 17-ാം പദ്യമാണ് തോന്നുന്നു. അതിനകത്ത് അവന്റെ കർത്തവ്യങ്ങൾ അറിയുന്നതിനായി അവന്റെ കൈകളിൽ മുദ്രകൾ സ്ഥാപിച്ചു എന്നുള്ള വചനമുണ്ട്. പിന്നെ അതും ഈ കൗണ്ട് ലൂയി ഹാമൺ ഇതിനെ കൊണ്ടിട്ട് വെസ്റ്റേൺ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിന്റെ ശാസ്ത്രീയ അടിത്തറ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ഒരു ആധികാരികത വന്നത്. അപ്പൊ ഈ സാമുദ്രിക ശാസ്ത്രത്തിന്റെ ഒരു വേർഷൻ, ഇതിപ്പം അഥർവവേദത്തില് സാമുദ്രിക ശാസ്ത്രത്തെ കുറിച്ചിട്ടും ഈ പറയുന്ന ആസ്ട്രോളജിയെ കുറിച്ചും ഒക്കെ അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നത് വേദങ്ങൾ തൊട്ട് വേദ കാലഘട്ടത്തിലുണ്ട്. ഇനി അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു ഡയലോഗ്സ് ഞാൻ പറഞ്ഞുതരാം. അവയവങ്ങളുടെ അവയവമാണ് കൈ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നമുക്കൊരു അവയവങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പോലും നമ്മൾ കൈ തന്നെ വേണം. അവയവങ്ങളുടെ അവയവം എന്ന് പറയുന്ന മനോഹരമായ വേർഡ്, അത് എത്രത്തോളം മനോഹരമായി കൈകളെ കുറിച്ച് പ്രതിപാദിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വീണ്ടും പിന്നെ ഹെഡ്ലൈനിലോട്ടൊന്ന് ജമ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത് നമുക്ക് മാതൃരേഖയെ കുറിച്ചിട്ടാണ്. മാതൃരേഖ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സെന്ററിൽ കിടക്കുന്ന ഈ ലൈനിനാണ് മാതൃരേഖ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ മാതൃരേഖ ആണെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചറിൽ അതിനെ ഹെഡ്ലൈൻ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിരേഖ എന്ന് പറയാം. അപ്പൊ ഈ രേഖയെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രെഡിക്ഷൻസ് ആൾക്കാർ പറയുന്നത്. കാരണം ഇതാണ് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ പവർ, അയാളുടെ ഇന്റലിജൻസ്, അയാളുടെ മെമ്മറി, അദ്ദേഹത്തിന്റെ ഒരു ഡെസ്റ്റിനി എല്ലാം നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. കാരണം ഈ ഒരു രേഖ ഏത് മൗണ്ടിലോട്ട് പോകുന്നു, അത് അയാളുടെ ക്യാരക്ടറും അയാളുടെ രീതികളും എല്ലാം നമുക്ക് ഈ രേഖ വെച്ച് അറിയാൻ പറ്റും. അപ്പൊ ഈ അമ്മയിൽ നിന്നാണ് ഏതൊരു വ്യക്തിക്കും ശരീരവും മനസ്സും കിട്ടുക. അച്ഛനിൽ നിന്ന് ജീവൻ കിട്ടുകയാണെങ്കിൽ അമ്മയിൽ നിന്നാണ് നമുക്ക് ശരീരവും മനസ്സും കിട്ടുന്നതാണ്. അപ്പൊ ഇത് മനസ്സിന്റെ പ്രതിഫലനമാണ് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ലൈനാണ് നമ്മുടെ ഹെഡ് ലൈൻ അല്ലെങ്കിൽ ശിരോരേഖ. അത് ശിരസ്സുമായിട്ട് ബന്ധമാണ് ശിരോരേഖ എന്നും കൂടെ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ശിരോരേഖ നോക്കിയിട്ട് നമുക്കൊരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ചിന്താഗതികളും അദ്ദേഹയുടെ ബുദ്ധിശക്തിയും, അയാൾക്ക് ഏത് പ്രൊഫഷനാണ് കൂടുതൽ സൂട്ടാകുക, അയാൾ ഇമോഷണലി സ്റ്റേബിൾ ആണോ ഇൻസ്റ്റേബിൾ ആണോ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബുദ്ധിരേഖ നോക്കിയിട്ട് പറയാനുള്ളതാണ്. അപ്പൊ അത് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്, അവരുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ മേളിൽ കിടക്കുന്ന ഒരു ലൈനാണ് നമ്മുടെ ഹാർട്ട് ലൈൻ അല്ലെങ്കിൽ ബന്ധരേഖ അല്ലെങ്കിൽ ഹൃദയരേഖ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സുകൊണ്ടല്ല കാര്യങ്ങളെ കാണുന്നത്, നമ്മൾ ഹൃദയം കൊണ്ട് കാണുന്ന രീതി എന്ന് പറയാം. അതാണ് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ, നമ്മുടെ പ്രണയമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, ഡൂയിങ് തിങ് ഡിഫറെന്റ്ലി, ഒരു വസ്തുത വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണുക. പ്രണയം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കാരണം നമുക്ക് ഉള്ള പാഷൻസ് ആണ് ഞാൻ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. വാക്കുകൾ പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. അല്ല, അത് അങ്ങ് പറഞ്ഞതില് വളരെ മനോഹരമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തിയും ഉദ്ദേശവും. ആൾക്കാർ എപ്പോഴും കാണുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ ഉദ്ദേശം അത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മൾ ഭഗവാൻ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. മാർഗം എന്തോ ആയിക്കോട്ടെ, ലക്ഷ്യമാണ് ഏറ്റവും അത് തന്നെ. പക്ഷെ ആൾക്കാര് ഈ അവര് പോകുന്ന മാർഗം നോക്കിയിട്ട് വിലയിരുത്തുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് ഈ ലോകത്ത്. അപ്പൊ അതും നമ്മളിപ്പോ നമ്മുടെ ഈ അറിവിന്റെ തലത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പന്തി അറിഞ്ഞ് വിളമ്പുക എന്ന് പറയുന്ന പോലെ ഒരു കോൺസെപ്റ്റ്സും ഉണ്ട്. ആരുടെ എങ്ങനെ അവരുടെ നോളജ് ബേസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഡീകോഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവരുടെ അടുത്ത് അത് പറയും, ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. അപ്പം നമുക്ക് ഈ ഹൃദയരേഖ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ ഇമോഷൻ എക്സ്പ്രഷൻ ടു അതർ പേഴ്സൺ, ലവ് ലൈഫ് എല്ലാം പറയേണ്ടത്. അപ്പൊ അതിന് വളരെ മനോഹരമായ ഒരാളുടെ എംപതി, കമ്പാഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഹൃദയരേഖ നോക്കി പറയാൻ പറ്റും. അപ്പൊ ഹൃദയരേഖ നമ്മൾ ചില ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ വളരെ കർവ്ഡ് ആയിട്ട് കിടക്കുന്ന ഹൃദയരേഖ ഉണ്ടാകും. ഈ കർവ്ഡ് ആയിട്ടുള്ള ഹൃദയരേഖ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയും എത്രത്തോളം ക്രിയാത്മകമായി, എത്രത്തോളം ഇമോഷണലി കണക്ട് ആയി, എത്രത്തോളം ഹാർട്ട് കൊണ്ട് കാര്യങ്ങൾ നോക്കി കാണുന്നു എന്നുള്ളവരല്ല ഈ കർവ്ഡ് ആയിട്ടുള്ള ഹൃദയരേഖ കാണുന്നത്. പക്ഷെ അത് ചില ആൾക്കാർ നോക്കിയിട്ട് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസം കാണിക്കുന്ന, നിങ്ങളുടെ ജ്ഞാനത്തിനെ കാണിക്കുന്നതാണെന്നും കൂടെ പറയാം. അത് ശരിയാണോ? ഒരിക്കലും അല്ലല്ല. ജ്ഞാനവുമായിട്ട് ഹൃദയരേഖയ്ക്ക് ഏതൊരു ബന്ധമില്ല. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇതാണ് ഹൃദയരേഖ. അപ്പൊ ഈ ഹൃദയരേഖ നമുക്ക് മേലോട്ട് പോകണം. അതാണ് അതിന്റെ ഒരു നല്ല, തീർച്ചയായിട്ടും കർവ്ഡ് ഷേപ്പാണ് ഏറ്റവും നല്ലൊരു അത് അവർക്ക് നോക്കിയിട്ട് പറഞ്ഞേക്കുന്നത് ഇതിലോട്ട് പോകണം. അപ്പൊ നിങ്ങളുടെ ജ്ഞാനത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നു. അല്ലല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ ഹൃദയരേഖ, നമ്മുടെ ഈ ഹൃദയരേഖ വന്ന് കർവ്ഡ് ആയിട്ട് എൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഞാൻ അത് മൗണ്ടുകളെ കുറിച്ച് പറയാമെന്ന് ഉദ്ദേശിച്ചതാണ്. അത് ഞാൻ ഈ അടുത്ത് ഈ പ്രൈമറി ലൈൻസ് കഴിഞ്ഞിട്ട് മൗണ്ടിലോട്ട് പോകുമ്പോൾ ഹൃദയരേഖ ഓരോ ലൈനും ഓരോ മൗണ്ടിൽ വന്ന് എൻഡ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സാധാരണ ഒരു ഐഡിയൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഹൃദയരേഖ എൻഡ് ചെയ്യുന്നത് നമ്മുടെ നടുവിരലിനും ചൂണ്ടുവിരലിന് ഇടയിലായിരിക്കും പോയി എൻഡ് ചെയ്യുന്നത്. സാധാരണ ഒരു നോർമൽ കേസസിൽ അവർക്ക് ഈ ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കും. അവർ ദേ ആർ കേപ്പബിൾ ഓഫ് ഡിസ്ക്രിമിനേറ്റിംഗ് മൈൻഡ് ആൻഡ് ഇമോഷൻസ് ബാലൻസ്ഡ് ആയിട്ടുള്ളവർക്കാണ് അങ്ങനെ വരിക. ഈ ഞാനിപ്പോ ചോദിച്ചുകൊണ്ട് അങ്ങ് പറയാം, ചില ആൾക്കാരുടെ ഹൃദയരേഖ വന്നിട്ട് മൗണ്ട് ഓഫ് ജുപ്പിറ്റർ, നമ്മുടെ ജുപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലിന് താഴെയാണ്. ചൂണ്ടുവിരലിന് താഴെ പോയി എൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ശ്രദ്ധിച്ചോളൂ, അവർ ടോട്ടലി സാക്രിഫൈസിങ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും. അവർ ഇമോഷൻ വിൽ ദേ സാക്രിഫൈസ് ദർ ഇമോഷൻ ഫോർ അതേഴ്സ്. അപ്പം അവർക്ക് ഒരു ലോജിക്കൽ തിങ്കിങ് കുറവായിരിക്കും. അവര് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗ മനോഭാവമുള്ള വ്യക്തികൾക്കാണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ നടുവിരൽ അല്ലെങ്കിൽ സാറ്റേൺ മൗണ്ട്, ഈ നടുവിരലിൽ പോയി എൻഡ് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ ടോട്ടലി സെൽഫിഷ് ആയിരിക്കും. അവർക്ക് ഭയങ്കരമായി സെൽഫ് സെന്റേർഡ് ആയിരിക്കും. ഇത് രണ്ടും പ്രായോഗികമല്ല. നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പോയി എൻഡ് ചെയ്യുന്നതാണ് ഒരു നല്ലൊരു വ്യക്തിയുടെ ലക്ഷണം എന്ന് കൂടെ നമുക്ക് ഇതിനകത്ത് പറയാം. ഇതാണ് നമ്മുടെ 3 പ്രൈമറി ലൈൻസ്. ഇനി അതല്ലാണ്ട് ഒരു മേജർ ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർച്യൂൺ ലൈൻ. ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിബന്ധത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സാറ്റേൺ മൗണ്ടിൽ അല്ലെങ്കിൽ നടുവിരലിന്റെ താഴെ വരുന്ന ഈ കിടക്കുന്ന ഒരു സെന്ററിൽ കാണുന്ന ഒരു നീണ്ട രേഖ, ഇതിനെ നമുക്ക് ഫെയ്ത്ത് ലൈൻ അല്ലെങ്കിൽ വിധിരേഖ എന്ന് പറയും.